காணாது நான் இன்று நான் இல்லையே, விதையில்லாமல் வேறில்லையே. நிதம் காண்கின்றவான் கூட நிஜமல்ல, இதம் சேர்க்கும் கணா கூட சுகமல்ல, നീ ഇല്ലാமல் ഞാൻ ഇല്ലയേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇപ്പം കുറച്ച് പട്ടി ഷോ ഒക്കെ ഉണ്ടാവും, കാരണം നമ്മൾ കയ്യിൽ നൈൽസ് വെച്ചെടുക്കുകയാണ്. കണ്ട ഒറിജിനലാണെന്ന് പറയുമല്ലോ. ഓക്കെ, അപ്പം നമ്മൾ ഇനിയിപ്പോൾ അതിൻ്റെ കുറച്ച് പട്ടി ഷോ ഉണ്ടാവും. അപ്പം കുഴപ്പമില്ല, നിങ്ങൾ സഹിക്കുക. അപ്പം നമ്മളിതാ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വിഷു വ്ളോഗാണ്. മാറ്റി റെഡി ആയിരിക്കുകയാണ്. ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. ഇത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ്. ഇതിൻ്റെ ഫുള്ളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്ക് വിഷു ആയിട്ട് ചെറിയൊരു പരിപാടിയുണ്ട്. അപ്പം ഇനി ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് വിഷു കൂടാൻ വേണ്ടി പോകുന്നത്. എൻ്റെ മിക്ക വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം അനീനനെ. അപ്പം ഓളെ വീട്ടിലേക്കാണ് ഇന്ന് പോകുന്നത്. ഓളെ വീട്ടിൽ നമുക്ക് ഇന്ന് വിഷു ആണ്. അപ്പോൾ ഇന്നലെ നൈറ്റ് നമ്മളിവിടെ നല്ല പടക്കം പൊട്ടിക്കലൊക്കെ ആയിട്ട് നല്ല ഇതായിരുന്നു. കണ്ടോ, നെൽച്ചക്രമൊക്കെ കത്തിച്ചിട്ട് ഇതാണ് ഇപ്പോൾ കൊലായൻ്റെ അവസ്ഥ. ഉണ്ടോ, മുറ്റം ഫുള്ളും ഇന്നലെ രാത്രി നമ്മൾ നല്ല പടക്കം പൊട്ടിക്കലും ഒക്കെ ആയിട്ട് കുറച്ചൊരു പുകയായിരുന്നു. നേരം വെളുത്തിട്ട് നമ്മൾ ഇപ്പോൾ പോവാണ്. ഇപ്പോൾ സമയം കറക്റ്റ് 9:30 മണിയായിട്ടുണ്ട്. അപ്പം എന്താണ് ഒക്കെ അമ്പലത്തിലൊക്കെ പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മളൊരു കിഡിലും ഫോട്ടോഷൂട്ടും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. വേറെ പണി വേണ്ടേ. അപ്പം അതൊക്കെ ഇങ്ങനെ ഉൾക്കൊള്ളിച്ചൊരു തട്ടിക്കോട്ടൊരു വിഷു വ്ളോഗാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് വീഡിയോ കാണാം. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം മാക്സിമം. ഞാൻ കുറച്ച് ലാഗ് പിടിപ്പിക്കാണ്ട് കുറച്ച് സിമ്പിളായിട്ട് വ്ളോഗ് കൊണ്ടുപോകാം. അപ്പം നമുക്ക് ഇന്ന് നല്ല സദ്യയൊക്കെ കഴിക്കണം, സെറ്റാക്കണം. നമുക്ക് നേരെ വീട്ടിലോട്ടേക്ക് പോകാം. അപ്പോൾ തീരെ സമയമില്ല, ഞാൻ വേഗം ഓളവിടേക്ക് പോവുകയാണ്. ഞങ്ങൾ പോയിട്ട് വേണം നമുക്ക് മാറ്റാനും ഒക്കെ ആയിട്ട്. ഇന്ന് ഞാൻ നല്ലൊരു കിട്ടില്ല ഡ്രസ്സാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. വലിയ ഇതൊന്നുമില്ല, എന്നാലും നമുക്ക് ഈ മുസ്ലിംസുകൾക്ക് വിഷു അങ്ങനെ ആഘോഷിക്കാറില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ആഘോഷിക്കുമ്പോൾ ഒരു ചെറിയൊരിതല്ലേ. അപ്പം എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ടേക്ക് പോകാം. ഓക്കെ ഗൈസ്, ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക്. ഇത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തൊരു ഡ്രസ്സാണ്. ഹായ്. അപ്പം ഇതിങ്ങനെ ഇത് നമുക്ക് വേണമെങ്കിൽ പർദ്ദ പോലെയും യൂസ് ചെയ്യാം, അല്ലാണ്ട് ഗൗണ് പോലെയും യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു ബ്ലാക്ക് ബാഗാണ് ഞാൻ കയ്യിൽ ഈ ഒരു ബാങ്കിൾ ഇതവിടെ കയ്യിൽ ഞാൻ ഈ ഒരു ബാങ്കിൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ കയ്യിലൊരു വാച്ച് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഷേപ്പാണ് ഇതിലേക്ക് യൂസ് ആക്കുന്നത്. ഇപ്പം ഇത് വലിയ മാച്ചിങ് ഇല്ല, കാരണം ഞാൻ മറ്റേതിനും കൂടി വേണ്ടിയിട്ട് കണക്കാക്കിയിട്ടാണ് ഇടുന്നത്. ആകുമ്പോൾ ഒരു ഷേപ്പ് ഇട്ട് പോയാൽ മതിയല്ലോ. ഓക്കെ, അപ്പം ഇനി ഞാൻ പോട്ടെ, തീരെ ടൈമില്ല. ഓക്കെ, ബൈ. ഹലോ, ഹാപ്പി വിഷു. പറയൂ, എന്താ വിഷുവായിട്ട് താങ്കൾക്ക് പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നുമില്ല, ഫോട്ടോ എടുക്കാൻ പോവാ, ഫുഡ് അടിക്കാം, അത്ര തന്നെ. അമ്മായി ഇവിടെ നെയിലൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാ ഒരു വന്ന അതിഥിയോട് കയറാൻ പറഞ്ഞു. ഗൈസ്, ഇതവിടെ വിഷുക്കണി, ഹാപ്പി വിഷു, വിഷുക്കണി സെറ്റ് ചെയ്യേ. ഇതല്ലേ വിഷുക്കണിയാ അല്ലേ? ഞങ്ങള് ചോറൊക്കെ ഇനിയിപ്പം കലം ശരിയാക്കുക എന്തൊക്കെയുണ്ട്. ഓക്കെ, നമുക്കെല്ലാം സെറ്റാക്കാം. പുതിയ TV ഒക്കെ വാങ്ങിയിട്ടുണ്ട്. നല്ലൊരു വിഷയമായിട്ട് നിക്കർ ഇട്ടാൻ. ഓ കട്ടമില്. ഓ, this is your outfit. കട്ടമിലൊക്കെ വിരിച്ചിട്ടുണ്ട്. എൻ്റെ ഔട്ട്ഫിറ്റ് കാണണ്ടേ, ഞാൻ ഇവർക്ക് ആർക്കും കാണിച്ചു കൊടുത്തില്ല.
ഗൈസ് അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് ഈ റൂമിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ മാറ്റാൻ വേണ്ടി പോവുകയാണ്. തുറക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എൻ്റെ ഔട്ട്ഫിറ്റ് കാണേണ്ടത് ഒരു ധാവണിയാണ്. ധാവണി എന്ന് തന്നെയല്ല പറയാം, സ്കേർട്ടും ബ്ലൗസും പിന്നെ എൻ്റെ സാരി പോലെ എടുക്കുന്ന സാധനം നമുക്കിതൊന്നും അറിയില്ലടോ. അപ്പോൾ ധാവണിയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ധാവണിയാണ് എടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ കാണിച്ചു തരാം എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പം ഞാൻ ഒരുങ്ങുന്നതും ഈ മേക്കപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ ഇതിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നമുക്ക് അല്ലാണ്ട് ഷോർട്സ് ആയിട്ട് കൊടുക്കാം. മേക്കപ്പ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഒരു ലോങ് വീഡിയോ ഭയങ്കര ഇതായിപ്പോവും, ലാഗ് പിടിച്ചു പോവും. അപ്പം ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും. ഗെറ്റ് റെഡി വിത്ത് അസ് ആയിരിക്കും നമ്മുടെ ഇന്നത്തേത്. അപ്പം എനിക്ക് ചായ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ചായ കുടിക്കാം. പാൽ ചായ നല്ല നുറുക്കുമറുക്കുകളൊക്കെ ഉണ്ട്. പൊട്ടും പപ്പടം വേണ്ട, ഞാൻ ചായ കുടിച്ചു. എനിക്ക് ചായ കൊണ്ട് വെച്ചിട്ട് ഇരുന്ന് തിന്നാ നോക്ക്, ഞാൻ തൊട്ടിട്ടില്ല. വിഷുക്കന്നിട്ടാ ശരിക്കും ഗൈസ്, വിഷുക്കന്നിട്ടോ ഗൈസ്. ഇത് അനിയനെൻ്റെ ചെറുപ്പത്തിലത്തെ ഇതാണ്. ഇത് അനിയൻ്റെ അമ്മ, അച്ഛൻ, ചേച്ചി. പറഞ്ചേരിത്തെ ഫോട്ടോ ഉണ്ടോ? ഒളിപ്പിച്ചു കുറേ ഉണ്ട് ഗൈസ്, കുറേ പഠിച്ചു ഇവിടെ. പിന്നെ ഈ ഫ്രെയിം ഞാൻ കൊടുത്തതാ, ഇതും ഞാൻ കൊടുത്തതാ. എടി ഇവിടെ മോളെ ഫുൾ പൊടിയാണ്. അല്ല, അത് പോകുന്നില്ല തുടക്കാനിട്ട് ഇടക്കിടക്ക് തുടക്കണേ. അതിന്റെ ഉള്ളില് പൂപ്പ് പിടിച്ച് പോകുന്നുണ്ട്. ഓ ഷിറ്റ്, ഇതൊക്കെയാ ശ്രീകൃഷ്ണ ജയന്തി. പിന്നെ ഈ ആർട്ട് ചേച്ചി ചെയ്തല്ലേടി? ഈ ആർട്ട് ഇത് ഇവിടെ ചേച്ചി ചെയ്തതാ. ഇതാണ് ചേച്ചിയും ചേട്ടനും. ഓക്കെ ഗൈസ്, ഇത് കുരുവൊക്കെ പോകുന്ന നല്ല സാലിസിലിക് ആസിഡിൻ്റെ ഫേസ് വാഷാണ്. നമ്മൾ മുതല കുരുവൊക്കെ പോകും. അപ്പോൾ ഇതെല്ലാവരും മസ്റ്റ് ട്രൈ. ലിങ്ക് എന്തുണ്ടോ? ലിങ്ക് എവിടുന്നാ കോപ്പിക്കാം? ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഇതാണ് ഗേസ് എൻ്റെ ഔട്ട്ഫിറ്റ്. സ്കേർട്ടും ബ്ലൗസും അതേപോലെ ദുപ്പട്ടയാണ്. അപ്പം ഇനി നമുക്ക് വേറെ റെഡി ആവാം. ഗേസ്, ചെറിയൊരു ട്രാൻസിഷൻ ആയല്ലോ. നമ്മുടെ ഡ്രസ്സിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡ്രസ്സിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. നമ്മൾ പോയിടാം. നല്ല വെയിലാണെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും മിക്കവാറും നമ്മൾ കരിഞ്ഞു ഉണങ്ങി ചക്കളിയാവലേക്കും. അത്രയും വെയിൽ. ഇതാണ് നമ്മൾ ഫോട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന നമ്മുടെ സ്പോട്ട്. കോന്നാട് ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു വില്ല പോലത്തെ ഒരു ഇതാണ്. അപ്പം ഇവിടെ നല്ല പെരുന്നാളിന് ഞാൻ ഇവിടെ നിന്നായിരുന്നു ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. രസമുണ്ടോ ഗൈസ്? കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വിഷുവൊക്കെ അങ്ങനെ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആഘോഷിക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് കാണാം. ബൈ ഗൈസ്. നല്ല തൊപ്പുള്ള പട്ടിക്കുണ്ട്. നോക്കൂ, നല്ല രസമല്ലേ? പിന്നെ നല്ല അടിപൊളി സ്പോട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടി. യെസ്. ഗൈസ്, അപ്പം നമ്മൾ ഫ്രഷ് ആയി വന്നിട്ട് നമ്മുടെ ആദ്യത്തെ ഔട്ട്ഫിറ്റിലേക്ക് തന്നെ വന്നിക്കണ്. അപ്പം ഇവിടെ ഒരാളിതാ സ്റ്റോറിയൊക്കെ ഇടുന്ന തിരക്കിലാണ്. ഞാൻ കുറേ നേരം ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പറയുന്നത്. ഞാൻ ഈ പോയി ഒന്ന് മാറ്റി ഞാൻ അടിപൊളി. അപ്പം ആദ്യം മൈക്കൊന്നും ഇവിടെ സെറ്റ് ആട്ടെ. ചറ പറയാ, നമ്മൾ നല്ല ഉച്ച ആവുന്നതിൻ്റെ മുന്നേ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചിട്ട് വേഗം മാറ്റി. അപ്പം മേക്കപ്പ് സാധനങ്ങൾ ഫുള്ള് ഇവിടെ ഇങ്ങോട്ട് ഇടേണ്ടി വന്നു. എൻ്റെ കമ്മല്, അപ്പം എൻ്റെ കമ്മല് നല്ല നട്ടപ്പൊരു വെയിലായിരുന്നു ഗൈസ്, സഹിക്കാൻ പറ്റില്ല. ഇത്
വിറ്റാമിൻ സിൻ്റെ ഒരു ഫേസ് വാഷാണ്. നല്ല അടിപൊളി. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നല്ല കത്തിക്കരിഞ്ഞ വെയിലത്തൊക്കെ പോയിട്ട് ടാൻ അടിച്ച് വന്നിട്ട് നമ്മൾ ഈ ഫേസ് വാഷ് യൂസ് ചെയ്താൽ നമ്മൾ എങ്ങനെയാണോ പോയത് അതേപോലെ നമുക്ക് തിരിച്ച് നമ്മുടെ സ്കിന്ന് കിട്ടും. അതായത് ഇപ്പം ആ ഒരു ടാൻ അപ്പം തന്നെ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാൻ അപ്പം തന്നെ റിമൂവ് ആവും. ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ വീട്ടിലുണ്ട്, ഇതിപ്പോൾ ഇവിടെ വീട്ടിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ കമൻറ്റിൽ ലിങ്ക് എന്ന് കമൻറ്റ് ഇട്ടാൽ മതി. ഓക്കെ. വിശ്രമവേളകൾ ആനന്ദകരമാക്കുക എന്നാണല്ലോ ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളിത് അവിടെ കിടന്നു കുറച്ച് നമ്മളെടുത്ത ഫോട്ടോസും വീഡിയോസൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യണ്ടേ, നമുക്ക് നിങ്ങൾക്ക് കാണിക്കണ്ടേ, സ്റ്റോറി ഇടണ്ടേ. അപ്പം അതിൻ്റെ ഒരു അല്ലറ ചില്ലറ ഇതാണ്. വിഷുവിനല്ലേ സ്റ്റോറി ഒക്കെ ഇടാൻ പറ്റുമോ? റീൽസ് നമുക്ക് നാളെങ്കിലും പക്ഷേ അപ്ലോഡ് ചെയ്യാം. അപ്പം നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇനി ഫുഡ് കഴിക്കും. അപ്പം കാണാം. ഓക്കെ. ഗൈസ് ഇവിടെ ഒരുപാട് ഗൈസ് ഇവിടെ ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ കാണുന്നത്. ഞാൻ ഇങ്ങനത്തെ ചടങ്ങുകളൊന്നും ഞാൻ ഇതുവരെ പങ്കെടുക്കുക പോലും ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ കാണുന്നത്. അപ്പം എനിക്ക് ഒരു ഇതൊക്കെ തോന്നുന്നുണ്ട്. അപ്പം ഇപ്പോൾ അതാ ഫുഡ് ഇങ്ങനെ സെറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മളെല്ലാവരും നിലത്തിരുന്നിട്ട് ഫുഡ് കഴിക്കും. ഗൈസ് നമ്മൾ പടക്കം പൊട്ടിക്കാൻ വേണ്ടി പോകാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പടക്കം പൊട്ടിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പടക്കം പൊട്ടിക്കണം. കഴിഞ്ഞു ഗൈസ്. അവിടെ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാനിതാ പായസം കുടിക്കുകയാണ്. അപ്പം ഞപ്പം കുടിച്ചാൽ ഒക്കെ വേണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കുമല്ലേ. ഞാൻ അപ്പം കുടിക്കുകയാണ്, ഞാൻ വേഗം പോവാണ്. അപ്പം ടൈം കുറേ ആയി, ഒന്ന് ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ചതിനു. ബട്ട് അവിടെ ഒരാൾ കാലിൽ ഇസ്തിരിപ്പെട്ടിക്ക് വീണിട്ട് ഉമ്മൻ്റെ കാലിൽ ഇസ്തിരിപ്പെട്ടി വീണിട്ട് ഉമ്മൻ്റെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട്. അപ്പം ഞാൻ വേഗം പോവാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് പോയിട്ട് നോക്കാം. ഓക്കെ, ബൈ ഗൈസ്. എന്താ 2 വാക്ക് പറയും ഇന്നത്തെ വിഷുവിനെ കുറിച്ച്? ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും നൈസായിരുന്നു. എനിക്ക് കുറേ ഫോട്ടോസ് കിട്ടി, അതാണ് ഹൈലൈറ്റ്. ഇന്നെപ്പോലെ ഒരാളുള്ളത് ഇവളെ ബൈ. അതെ അത് ശരിയാ. പായസം എങ്ങനെയുണ്ട്? സൂപ്പർ. ഞാൻ കുടിക്കാത്തതുകൊണ്ട് എനിക്കറിയില്ല. അടപ്രഥമൻ മനസ്സിലായി. പട്ടി ഷോ നഖം ഷോ. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. വിഷയമായിട്ട് എന്താ പറയാനുള്ളത്? വിഷയമായിട്ട് എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്? സദ്യ കഴിച്ചോ? സദ്യ കഴിച്ചു, ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചിട്ട്. വിഷയമായിട്ട് എന്താ 2 വാക്ക് പറയൂ? വിഷയമായിട്ട് ഇന്ന് ഒരു സദ്യ പോലും കിട്ടിയില്ല. എന്തെങ്കിലും എല്ലാ വർഷവും സദ്യ കിട്ടണ്ടേ, ഇപ്രാവശ്യം ഒരു സദ്യയും കിട്ടിയില്ല, ഒരു പായസവും കിട്ടിയില്ല. ഓക്കെ, നമ്മുടെ പ്രശസ്ത ഷിഹാബ് നമ്മുടെ കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ വ്ളോഗിൽ പങ്കെടുക്കാനായിട്ട് ചായ കുടിക്കാനായിട്ട് വന്നതാണ്. വിഷയമായിട്ട് ഷിഹാബിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. വിഷയമായിട്ട് താങ്കൾക്ക് എന്താ പറയാനുള്ളത്? പെങ്ങളെ മോളെ കാലിന് സ്ഥിരപ്പെട്ടി പോണ്, അത് കെട്ടിച്ച് വന്നതാപ്പോ അത് വകാര് ഫുഡുണ്ട്. നിങ്ങൾക്ക് ഇന്ന് വിഷുവായിട്ട് സദ്യ കിട്ടിയോ? സദ്യ കഴിച്ചോ? സദ്യ പോയിട്ട് ഒരു പായസം പോലും കിട്ടിയില്ല. മാമൻ സദ്യ കഴിച്ചോ? ഞാൻ കഴിച്ചു, എല്ലാ വിഭവങ്ങളും ഉണ്ട്. എന്റെ കാലിന് ഇവിടെ സ്ഥിരപ്പെട്ടി വീണിട്ട് കാല് കെട്ടി വന്നിട്ടുണ്ട്. ഗൈസ് ഇപ്പൊ കാലിന്റെ അവസ്ഥ കെട്ടി വന്നിക്കാണ്. ഗൈസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളൊരു മൂവി ബുക്ക് ചെയ്തു. അപ്പം അതിന് 6 മണിക്കാണ്. അപ്പോൾ നമ്മൾ
5 minutes മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളിതാ അവിടേക്ക് പോവാണ്. അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ്, അപ്പം നമ്മൾ പള്ളിച്ചട്ടമ്പി മൂവി പോയി കണ്ടു. കിട്ടില്ല മൂവിയായിരുന്നു. നല്ല നമ്മൾ പോയ തിയേറ്ററിൽ ഒറ്റ സീറ്റ് പോലും ഒഴിവില്ലായിരുന്നു, ഫുള്ളായിരുന്നു. നല്ല അടിപൊളി മൂവി. ഇന്നാണ് അത് ഇറങ്ങിയത്. നമ്മളത് ഇന്ന് തന്നെ പോയി കണ്ട്. നല്ല സെറ്റ് മൂവിയായിരുന്നു. അപ്പോൾ എല്ലാവരും പോയി കാണാം. പിന്നെ അപ്പം ഇനിയിപ്പം നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് നേരെ പോയിട്ടൊരു മന്തി തന്നെ അങ്ങോട്ട് തട്ടാം. മന്തിയും കൂടി കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ മന്തി കഴിക്കാൻ പോവാം. ഗൈസ്, അങ്ങനെ തന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. എല്ലാ പരിപാടികളും കഴിഞ്ഞു. അപ്പം കുഴങ്ങി ഒരു വിധമായിട്ടുണ്ട് ഇന്നത്തെ ഡേ. സത്യം പറഞ്ഞാൽ ഫുൾ ബിസി എന്ന് പറയാം. വീഡിയോ ഞാൻ ഇത്ര ലോങ് ആക്കി കൊണ്ടുപോയതെന്ന് വിചാരിച്ചതാണ്. ബട്ട് അത് ഒരു പൊടിക്ക് ലോങ് ആയി പോയിട്ടുണ്ട്. അപ്പം മൂവി അത് കിട്ടില്ല മൂവിയായിരുന്നു. ഇന്നാണ് ആ മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് തന്നെ പോയി കാണും ചെയ്ത് ഈ പ്രാവശ്യത്തെ വിഷു ടോവിനോൻ്റെ ആ ഒരു മൂവി കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ ഒരു വിഷു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.